9ാം ക്ലാസ് പാസ്സായി 10ലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ തോറ്റപ്പോഴേ പോകാനൊക്കെ ഞാൻ ഒരുങ്ങി. എൻ്റെ കൂടെ മാത്രമേ ആ ബാച്ചിൽ 3 പേര് തോറ്റ് ഞങ്ങൾ. അപ്പോൾ 2 പേരുടെ വീട്ടിൽ നിന്ന് അപ്പനും ജ്യേഷ്ഠനും വന്ന് അവരെ പിറ്റേ ദിവസം തിരിച്ചു കൊണ്ടുപോയി. അപ്പം ഞാനും പോകാനും ഒരുങ്ങി. 10ാം ക്ലാസ് തോറ്റാൽ തിരിച്ച് പോകണമെന്നാണോ സെമിനാറിലെ നിയമം? അങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുങ്ങി, അപ്പോൾ മനസ്സൊക്കെ വേദനിച്ചാണ് ഒരുങ്ങിയത്. ഞാൻ കറഞ്ഞു നടന്നിരുന്നത്. 10ാം ക്ലാസ്സിൽ തോറ്റപ്പോൾ സെമിനാരി ജീവിതം തീരാൻ പോകുന്നു എന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടായപ്പോൾ ഒരു വേദനയുണ്ടായി. വലിയൊരു വേദനയായിരുന്നു. അതിന് ഇനി അങ്ങോട്ട് എന്നുള്ള ചിന്ത മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അന്ന് രാത്രി എന്നെ നോക്കിക്കൊണ്ടിരുന്ന ഗുരുവച്ചൻ ഫാദർ എജി ജ്യൂസ് വിളിച്ച് പറഞ്ഞു, നിനക്കിനി ഒന്നും കുത്തണോ, എന്നുവെച്ചാൽ വീണ്ടും പരീക്ഷ എഴുതണോ, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിന്ന്. അത് അച്ഛനോട് മാത്രമേ ചോദിച്ചുള്ളൂ, ബാക്കി 2 പേരോട് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിട്ടില്ല, ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ശരി വീണ്ടും ആ ക്ലാസ്സിൽ പൊക്കോളാം. ആ ക്ലാസ്സിൽ തന്നെ എന്നെ വീണ്ടും ഒരു കളിയാക്കും ചേട്ടൻ വെച്ചാന്ന് പറഞ്ഞിട്ട് എന്തായാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും പോകാൻ തീരുമാനിച്ചു. അവിടെ അപ്പോഴത് ഒരു വലിയ ഒരു ദൈവത്തിന്റെ ഇടപെടലായിട്ട് ഇപ്പോഴും തോന്നുന്നില്ലേ? അത് എനിക്ക് തോന്നുന്നുണ്ട്. അന്ന് തോന്നിയില്ലെങ്കിൽ ഇപ്പൊ തോന്നുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ആ അച്ഛന് സ്വാമി അച്ഛനോട് ഒരു മമത തോന്നാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? ഒരു കാരണം ഞാൻ പിന്നീട് അറിയാൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഫാദർ ബെനീസ് എന്നൊരു അച്ഛനുണ്ട്, പ്രായമുള്ള അച്ഛനാണ്. അവിടുത്തെ ബോർഡിങ്ങിൽ റെക്ടറായിരുന്ന ആള് ഈ സുർവാനി കുർബാനയ്ക്ക് കൂടും. 5:30 വന്ന് കൂടും. അതെ. അപ്പൊ ഞാൻ അത് രാവിലെ എഴുന്നേറ്റ് വന്ന് ഈ അച്ഛന് കുർബാനയ്ക്ക് സഹായിക്കും. എല്ലാ ദിവസവും സഹായിക്കും. അതാണ് അപ്പൊ അച്ഛൻ എന്നോട് 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ ഒരു കാരണം ഉണ്ടായിരുന്നു, ഒരു അവസരം കൂടെ. അങ്ങനെ ഒരു ദൈവത്തിന്റെ ഇടപെടലുണ്ടായി. സെമിനാരിയിൽ എവിടെയാണ് ആദ്യം ചേർന്നത്? ചേർന്നത് എഴുത്തുരുത്ത് എന്ന സ്ഥലത്താണ്. തൃശ്ശൂർ രൂപതയുടെ ഒരു സ്ഥലമാണ് എഴുത്തുരുത്ത് എന്ന് പറഞ്ഞത്. എഴുത്തുരുത്തില് അവിടെ ചേർന്നിട്ട് എത്ര വർഷം അവിടെ പഠിച്ചു? അവിടെ 2 വർഷം പഠിച്ചു. അത് കഴിഞ്ഞ് 1 വർഷം വരന്തരപ്പള്ളി എന്ന സ്ഥലത്ത് പോയി ഭാഷ പഠിക്കാൻ പോയി. ലാറ്റിനും സുറിയാനും ഇംഗ്ലീഷും പഠിക്കാൻ പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ എഴുത്തുരുത്ത് വന്ന് കോളേജിൽ പഠിച്ചു. ഞങ്ങൾ കോളേജിൽ എഴുത്തുരുത്തായിരുന്നു. പ്രീ ഡിഗ്രി പഠിച്ച അവിടെയാണ്. പ്രീ ഡിഗ്രിക്ക് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് അമ്പഴക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി നെവിഷേറ്റ് കഴിച്ചു. 2 വർഷം നവസന്യാസ ജീവിതം എന്ന് പറയും. ലോകമാറ്റധികം ബന്ധമില്ലാത്തൊരു കാലഘട്ടമാണ്. 2 വർഷത്തോളം അവിടെ ഉണ്ടായി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ ബാംഗ്ലൂർ പോയി ഫിലോസഫി പഠിച്ചു. ബാംഗ്ലൂർ ധർമാരാം കോളേജിൽ പോയി ഫിലോസഫി പഠിച്ചു. ഈ സെമിനാരി കാലഘട്ടത്തിൽ വളരെ അവിസ്മരണീയമായിട്ട് അച്ഛൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അനുഭവങ്ങൾ വല്ലതും? അത് ഞാൻ തിയോളജി പഠിക്കുമ്പോൾ ഞങ്ങളൊരു 6 ബ്രദേഴ്സ് കൂടിയിട്ട് ധർമാരാമിൻ്റെ ഒരു കോമ്പൗണ്ടിൽ ഒരു മൂലയ്ക്ക് പോയിട്ട് 2 കുടിൽ കെട്ടി. ധർമാരാമിൻ്റെ ഒരു വലിയ കോമ്പൗണ്ട് അതിൻ്റെ ഒരു മൂലയ്ക്ക് പോയിട്ട് 2 കുടിൽ കൊച്ചു കോലപ്പര കെട്ടി. 6 പേര് കൂടിയിട്ട് അവിടെ താമസിച്ചുകൊണ്ട് അവിടെ ഞങ്ങൾ തന്നെ സ്വയം ഭക്ഷണം ഉണ്ടാക്കി. എല്ലാ പണി ഞങ്ങൾ തന്നെ ചെയ്യും. വെള്ളം കൊണ്ടില്ല ഭക്ഷണം ഉണ്ടാക്കുക ചെയ്ത് ക്ലാസ്സിന് വേണ്ടി മാത്രം. അപ്പോൾ അതിന് സെമിനാരിയിൽ നിന്ന് പ്രത്യേക അനുമതിയൊക്കെ ആവശ്യമായിട്ടില്ലേ? അത് അനുമതി ആവശ്യമുണ്ടെങ്കിൽ വളരെയേറെ അന്നത്തെ കാലഘട്ടത്തിൽ അത്രയും അനുമതി കിട്ടുക എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ജനറാളച്ചൻ്റെ പ്രത്യേക ഇടപെടൽ, ഫാദർ തോമസ് ഐക്യൻ്റെ അച്ഛൻ്റെ പ്രത്യേക ഇടപെടൽ വഴിയായിട്ടും യൂസ്റ്റർ തോട്ടനസിൻ്റെ എൻകറേജ്മെൻറ്റ് വഴിയായിട്ടും പിന്നെ ലൂയിസ് അച്ഛൻ്റെ പിന്നെ വിനീത് അച്ഛൻ്റെയും പ്രത്യേക സംരക്ഷണയിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോയത്. അത് വളരെ നല്ല ഒരു അനുഭവമായിട്ട്, അത് വലിയൊരു ക്രിയാത്മകമായിരിക്കുന്ന അനുഭവമായിരുന്നു. അതെയല്ലേ? അത് സാധാരണക്കാരുമായി താതാത്മ്യപ്പെടുന്നതിനുള്ള ഒരു മുൻ ആസ്വാദനമായിരുന്നു. അത് സത്യത്തിൽ അച്ഛന് പ്രകൃതിയുമായിട്ട് ഒന്ന് യോജിക്കുന്ന വലിയ അനുഭവമായിട്ട് അതിനെ കണക്കാക്കാം. സെമിനാരി ജീവിതത്തിനിടയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ തിരിച്ചു പോരണമെന്നൊരു തോന്നൽ വല്ലതും അച്ഛനോ ഉണ്ടായി? ഒരിക്കലും ഉണ്ടായിട്ടില്ല. എടുത്ത തെരഞ്ഞെടുപ്പ് വളരെ ആത്മാഭിമാനം ഉണ്ടായ കാര്യത്തിൽ വളരെ നല്ല ഒരു തീരുമാനമാണ് ഞാൻ മനസ്സിലാക്കുന്നത് നടത്തി. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരാൻ ഏറ്റവും കൂടുതൽ അമ്മയുടെ സഹായവും വൈദികരുടെ സഹായവും എല്ലാം ഇപ്പോഴും വളരെ സന്തോഷത്തോടെ മനസ്സിൽ സജീവമാണ്. ഇപ്പോഴും സജീവമായിട്ട് നിലനിർത്തിക്കൊണ്ട്. അത് കഴിഞ്ഞിട്ട് പട്ടം സ്വീകരിച്ചത് ഏത് വർഷമാണെന്ന്? 1979 ഏപ്രിൽ 21 ഞാൻ പട്ടം സ്വീകരിക്കുന്നത്. പട്ടം സ്വീകരിച്ച് കഴിഞ്ഞിട്ട് ആദ്യം മിഷൻ മേഖലയിലേക്ക് പോകുകയായിരുന്നു, അതോ ഇവിടെ എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു? അങ്ങനെ എന്തെങ്കിലും? പട്ടം സ്വീകരിച്ചപ്പോൾ ഞാൻ വളരെ വികാരഭരിതനായിട്ട് മാറിയിട്ടുണ്ട്. തീർച്ചയായും അമ്മയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടു എന്നുള്ള ഒരു വലിയൊരു ആനന്ദം ഉള്ളിൽ ഒതുങ്ങി നിന്നിരുന്നത്. ആനന്ദം ഇപ്പോഴും അച്ഛൻ്റെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. ഞാൻ പട്ടം കിട്ടിയതിന് ശേഷം അപ്പന് വേണ്ടി പിറ്റേ ദിവസം കുർബാന ചൊല്ലി
മൂന്നാം ദിവസം ഞാൻ പിന്നെ ധ്യാനിക്കാൻ പോവുകയാണ് ചെയ്തത്. പട്ടം സ്വീകരിച്ചതിന് ശേഷം മൂന്നാം ദിവസം ഞാൻ 30 ദിവസം പോയിട്ട് ട്രിച്ചിനാപ്പള്ളിയിൽ ഫാദർ ബി.ഡി. ക്രിസ്ത്യസിൻ്റെ കീഴിൽ പോയി ഭവനത്തിലിരുന്ന് പോയിട്ട് 30 ദിവസം മൗന ധ്യാനത്തിലായിരുന്നു. അതെ. പട്ടം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ഈ കിട്ടിയ ദാനം എങ്ങനെ പങ്കുവെക്കണമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വലിയ ഒരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വരികയായിരുന്നു ആ ധ്യാനത്തിലൂടെ. തീർച്ചയായിട്ടും ആ ധ്യാനത്തിന്റെ അനുഭവം ജീവിതത്തിലെ പല ഘട്ടങ്ങളിൽ അത് പ്രകടമാകുകയും തുടർന്നുകൊണ്ട് വരികയും ചെയ്യുന്നുണ്ട്. പട്ടം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ധ്യാനത്തിന് ശേഷം മിഷൻ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവിടെ എന്തായിരുന്നു ആദ്യത്തെ പ്രവർത്തനം? ആദ്യത്തെ ഞാനൊരു അസിസ്റ്റൻ്റായിട്ട് ഒരു വില്ലേജ് സ്റ്റേഷനിൽ ഞാൻ എന്നെ കൊണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും ഗ്രാമങ്ങളിലുള്ള സാമൂഹ്യ സേവനമാണുള്ളത്. ആദിവാസി ഗ്രാമങ്ങളാണ് അധികം തന്നെ. ആദിവാസി ഗ്രാമം. അപ്പോൾ അവിടെയുള്ള മധ്യപ്രദേശിൽ തന്നെ. അപ്പോൾ അവിടെയുള്ള അച്ഛനെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേത് സ്ഥലം? അത് സേമരി എന്ന് പറയും. സാഗാർ രൂപതയിൽ സേമരി എന്ന സ്ഥലത്ത് ഫാദർ ജെ.കെ. പിണിക്പറമ്പിൻ്റെ കീഴിലാണ് ഞാൻ സഹായിച്ചുകൊണ്ടിരുന്നത്. അത് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വേറൊരു മിഷൻ സ്റ്റേഷനിലേക്ക് മാറ്റി. സാഗാർ രൂപതയിൽ തന്നെ ബമോറി എന്ന സ്ഥലത്തേക്ക് എന്നെ മാറ്റി. അപ്പോൾ അവിടെ ഞാനൊരു കൊച്ചു വാടക വീട്ടിൽ, ഒരു മുറിയിലൊരു വാടക വീട്, അന്ന് തന്നെ വാടക 75 രൂപയാണ് വാടക. ആ വീട്ടിൽ ഞാൻ താമസിച്ചുകൊണ്ട് ഗ്രാമങ്ങളിൽ പോവും. പിന്നെ ഒരു മിഷൻ സ്റ്റേഷൻ തുടങ്ങാൻ വേണ്ടി സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരുന്നു. 2.5-3 വർഷത്തോളം അവിടെ താമസിച്ച് ഒരു സ്ഥലം വാങ്ങിച്ച് ഒരു ചെറിയ വീടൊക്കെ ഉണ്ടാക്കി അവിടെ മിഷൻ സ്റ്റേഷൻ തുടങ്ങിയാണ്. പട്ടം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ധ്യാനം എല്ലാം കഴിഞ്ഞിട്ട് വളരെ സജീവമായിട്ട് യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ടും പ്രവർത്തിക്കാനായിട്ടും അറിയിക്കാനായിട്ടും തുടങ്ങി. ഇതിനിടയിൽ ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ, 20 പേരോളം ആണ് അന്ന് അച്ഛൻ്റെ കൂടെ സെമിനാരിയിൽ ചേർന്നത്. അത് എല്ലാവരും തന്നെ വൈദികരായോ അതോ എത്ര പേര് എന്ന ഓർമ്മ? ഞങ്ങൾ അന്ന് പരീക്ഷ എഴുതിയവരിൽ ഞങ്ങൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയവരിൽ ഞങ്ങളിന്ന് 3 പേരെ ബാക്കിയുള്ളൂ. 3 പേരെ ബാക്കിയുള്ളൂ 10ാം ക്ലാസ് എഴുതിയവരിൽ. PDR എഴുതിയവരിൽ ഞങ്ങൾ 14 പേരിൽ 10 പേരും ബാക്കിയുണ്ട്. 10 പേരും ബാക്കിയുണ്ട്. അതെ. ഇവരെല്ലാം ഇപ്പോഴ് ഒരുമിച്ചാണോ? അല്ലല്ല, അതിപ്പോൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ അവർ ജോലി ചെയ്യുന്നു. പല ഭാഗങ്ങളിൽ ഞങ്ങൾ 2 പേരും ഒരു സഹകരണ മിഷനിൽ ജോലി ചെയ്യുന്നുണ്ട്. സെബാസ്റ്റ്യൻ നിലവത്തിങ്കൽ അച്ഛനും കൂടിയുണ്ട്. ദൈവവിളി തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സ്വാമിയച്ഛന് നൽകുവാനുള്ള സന്ദേശം എന്താണ്? ദൈവവിളിക്ക് ഉള്ളിൽ ഒരു വലിയൊരു ആനന്ദം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് യേശു പറഞ്ഞ പോലെ ഒരു ഒളിക്കപ്പെട്ട നിധിയാണത്. ഈ നിധി കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറകോട്ട് ചിന്തിക്കാന്നുള്ള പ്രശ്നം ഇരിക്കുന്നില്ല. ഈ നിധി ഇരിക്കുന്നത് എവിടെയാണത്? രാത്രിയുടെ യാമങ്ങളിലുള്ള നിരന്തരമായിരിക്കുന്ന യേശു ദർശനമാണത്. ആ ദർശനവും ആ സാന്നിധ്യവും അനുഭവിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ നേരം വെളുത്ത് എന്ത് ചെയ്യണമെന്ന് ആത്മാവിനെ പ്രേരിപ്പിക്കും. പ്രേരണ നമുക്ക് വരും. അപ്പോൾ യേശുവിൻ്റെ ആ മുഖച്ഛായ ഓരോ നിമിഷവും മനുഷ്യരുമായിട്ട് പങ്കുവെക്കാനുള്ള സാധ്യതയുണ്ട്. അവരുടെ മുഖത്തുണ്ടാകുന്ന ദുഃഖങ്ങൾ ഒപ്പിയെടുക്കുമ്പോൾ നമ്മുടെ ദുഃഖം വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ആത്മസംതൃപ്തി, ഞാൻ ഇത്രയും പേരിലേക്ക് എൻ്റെ യേശുവിൻ്റെ മുഖച്ഛായ കാണിക്കാൻ സാധിച്ചല്ലോ എനിക്കുള്ള ആ സംതൃപ്തി വീണ്ടും തിരുസന്നിധിയിലേക്ക് എന്നെ ഓടിച്ചുകൊണ്ട് പോകുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അച്ഛൻ വളരെയേറെ വ്യത്യസ്തതയുള്ള ഒരു വ്യക്തിത്വമാണ്. രൂപത്തിലും ഭാവത്തിലും പേരിലും എല്ലാം വ്യത്യസ്തതയുണ്ട്. നിരവധി പേരുകൾ ഉണ്ട്. എന്താണ് ഇതിൻ്റെ പേരിൻ്റെ ഒരു പശ്ചാത്തലം? എന്താണ് എനിക്ക് നൽകിയ പേരുകളുണ്ട്, ഞാൻ തിരഞ്ഞെടുത്ത പേരുമുണ്ട്. മൈക്കിൾ എന്ന് എനിക്ക് മാമോദിസ പേരിൽ കാരണന്മാർ നൽകിയ പേരാണത്. ഞാൻ സന്യാസഭയിൽ കടന്നു വന്നപ്പോൾ ഞാൻ അപ്പൻ്റെ പേര് കൂട്ടി മൈക്കിൾ ആൻ്റണി എന്ന് പേരെടുത്തു. മൈക്കിൾ ആൻ്റണി പൊറാട്ടുകര എൻ്റെ വീട്ടിൻ പേരാണ്. പട്ടം കെട്ടി കഴിഞ്ഞ ശേഷം എനിക്ക് തോന്നി ഈ മൈക്കിൾ എന്ന് പറയുന്ന പേര് ആർക്കൊന്നും മനസ്സിലാകുന്നില്ല മിഷൻ രംഗങ്ങളിൽ. അതിനൊരു അർത്ഥം കാണുന്നില്ല അവർ. അപ്പം ഞാൻ ചിന്തിച്ച് പോയപ്പോൾ എനിക്ക് ഒരു നല്ല പേര് ഞാൻ അന്വേഷണം തുടങ്ങി. ഒരു ദിവസത്തെ ധ്യാന സമയത്താണ് ഈ പേര് മനസ്സിൽ കടന്നു വരണത്. സദാനന്ദൻ എടുത്ത് എന്താണ് മൈക്കിളിന് പകരം സദാനന്ദൻ എന്ന പേരാക്കാൻ എന്താ വർഷം. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടത്, ഒറ്റ ചിന്തയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ വേഗം കടലാസം അതിനടുത്തത് എഴുതി, സ്പെല്ലിങ് എഴുതി നോക്കി. അപ്പോൾ സദാനന്ദ്, അപ്പോൾ SAD സാഡ്, ആനന്ദ്, സാഡ് പ്ലസ് ആനന്ദ്. അതായത് ജീവിതത്തിൽ സുഖവും ദുഃഖവും കലർന്നതാണ് ജീവിതമെന്ന് മനസ്സിലാക്കിയ വ്യക്തി ആയതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി ഇത് രണ്ടും സ്വീകരിച്ചു കഴിയുമ്പോൾ
സദാ ആനന്ദമായിരിക്കും. ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ആ അർത്ഥം വരുന്ന ഒരു പേര് സ്വീകരിച്ചു. അത് സ്വീകരിച്ചിട്ട് പിന്നെ മനസ്സിലാക്കി ഇനി എപ്പോഴും സദാ ആനന്ദമായിരിക്കണം. വൈദിക പട്ടം സ്വീകരിച്ച് കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെ ഒരു പേര് മാറ്റം ഉണ്ടായത്? അതെ, വൈദിക പട്ടം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആ സമയത്താണ് പേര് മാറ്റം ഞാൻ അപേക്ഷ വയ്ക്കുന്നത്. അങ്ങനെ അധികാരികൾക്ക് അപേക്ഷ കൊടുത്ത് ആ പേര് സദാനന്ദൻ എന്ന പേര് തന്നെ നമുക്ക് സ്വീകരിക്കുവാനിടയായി. അതെ അതെ അതെ. എന്നിട്ട് ആളുകളിത് ഉൾക്കൊണ്ടോ? ആൾക്കാർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് ഇപ്പോൾ പേരധികം അവർക്കറിയില്ല. നാട്ടുകാർ എനിക്ക് ഞാൻ ബന്ധപ്പെട്ട രീതിയിൽ പല സ്ഥലങ്ങളും പല പേരായിരുന്നു. അവർ പേരിന് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞാനൊരു സോഷ്യൽ വർക്കിലായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു 2 പാൻറ്റ് 2 ഷർട്ടുകൾ. അപ്പോൾ കയറിയതും തുന്നിയത് കിട്ടി നടക്കും ഞാൻ. അപ്പോൾ ആൾക്കാർ എന്നെ ദരിദ്രദാസ് എന്ന് വിളിക്കാൻ തുടങ്ങി. ദരിദ്രദാസ്. അത് വിളിക്കുന്നത് തന്നെയല്ല, അവർ എനിക്ക് 5 പൈസ കളക്ട് ചെയ്തുകൊണ്ട് ഒരാടിന്ന് 5 പൈസ, അതിലും കൂടുതൽ ഞാൻ സ്വീകരിക്കില്ല. അങ്ങനെ ഒരു 600 പേരോളം 5 പൈസ എനിക്ക് ഡൊണേറ്റ് ചെയ്ത് എനിക്കൊരു കുർത്ത വാങ്ങിച്ചു തന്നു. അത് ശരി. ഞാനതിട്ട് നടന്നുമില്ല കുറച്ച് നാൾ. ഇപ്പോൾ ഒരു 10-12 വർഷങ്ങളായിട്ട് ഞാൻ എനിക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങിക്കില്ല. ആരെങ്കിലും ഇത് ആരും സമ്മാനം തരണതാ. ഇപ്പോൾ കുറച്ച് എളുപ്പമായി കാര്യങ്ങൾക്ക്. പിന്നെ കുറേ പേര് വിളിക്കുന്നത് പാനിവാല. പിന്നെ ചിലർ വിളിക്കുന്നത് ഗുരുജി. പിന്നെ ചിലർ വിളിക്കും ബാബാജി. എല്ലാം ആചാര്യപദം വരുന്ന അർത്ഥം വരുന്ന. അതെ, ഓരോരുത്തരും അവരുടെ മനസാക്ഷിക്ക് മനസ്സിലായ രീതിയിൽ അവർ വിളിക്കുന്നു. ഞാൻ എങ്ങനെ വിളിച്ചാലും ശരി കേട്ടോ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രചാരമേറിയ പേര് സ്വാമിയച്ഛൻ എന്നുള്ളതാണ്. അത് ഞാൻ പട്ടം കെട്ടി 4 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നവർ. നാട്ടുകാർ തന്നെ പേരാണ്. നാട്ടുകാരല്ല, നമ്മളുടെ അച്ഛന്മാരാണ് നൽകിയത്, സിസ്റ്റേഴ്സാണ് പേര് നൽകിയത്. അപ്പോൾ ഞാൻ ഈ ഫിലോസഫി കാലത്ത് തന്നെ ഈ ഇറച്ചി മീനും മുട്ടയ്ക്ക് നിർത്തി വെജിറ്റേറിയനായി. അപ്പോൾ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ആൾക്കാർ എന്നെ സ്വാമി എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നെയാണ് സ്വാമിയച്ഛനായിട്ടത് മാറുന്നത്. അപ്പം സത്യത്തിൽ ഈ വെജിറ്റേറിയൻ ശീലമാണ് സ്വാമിയച്ഛൻ എന്നുള്ള പേര് അവർ തരാൻ കാരണം. അതെ. ഈ പേരുകളിൽ ഏത് പേരാണ് അച്ഛൻ ഏറ്റവും കൂടുതൽ ആസ്വാദ്യകരമായിട്ട് സ്വയം തോന്നിയിട്ടുള്ളത്? സ്വാമിയച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ കുഴപ്പമില്ലാതെ ഇഷ്ടമുള്ളൊരു പേരാണത്. അതെ അതെ. ഇനി സദാനന്ദൻ എന്ന് പറഞ്ഞാലും എനിക്ക് ഇഷ്ടമുള്ള പേര് തന്നെയാണത്. അതെ. സ്വാമിയച്ഛൻ എന്തുകൊണ്ടും ഈ പേര് തന്നെയാണ് ഏറ്റവും അനുയോജ്യം. സ്വാമിയച്ഛൻ്റെ ഈ വേഷത്തിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട്.